അമ്മു, എണീറ്റേ, നേരം വെളുക്കാറായി. സൺഡേ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ബാല്യകാലം കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിക്കേണ്ടേ നിനക്ക്? ഓ, ശരിയാണല്ലോ. ഞാൻ പറഞ്ഞു തരട്ടെ? നീ ആരാ? അത് കഥ പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. എന്നാ ശരി. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ആഗോള മിഷൻ മധ്യസ്ഥ, നിങ്ങളുടെ കുട്ടിക്കൂട്ടുകാരി. ഫ്രാൻസിലെ അലൻസോണിൽ ലൂയി മാർട്ടിൻ്റെയും സെലിഗ്വറിൻ്റെയും 9 മക്കളിൽ ഇളയവളായി ജനിച്ചു. ദൈവീക ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ആ കുടുംബം ഒരു വിശുദ്ധയാകാൻ അവളെ സഹായിച്ചു. അമ്മച്ചി, ഉമ്മ, അമ്മച്ചി മരിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്നോ? മോളെ, നീ എന്തായി പറയുന്നേ? അതേ, സ്വർഗത്തിൽ പോണമെങ്കിൽ മരിക്കണമെന്ന് അമ്മച്ചി പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാ. അമ്മച്ചി, ഞാൻ സ്വർഗത്തിൽ പോവോ? നല്ല കുട്ടിയായിരുന്നാൽ പോകും. നല്ല കുട്ടിയല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകൂല്ലേ? അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അമ്മച്ചി സ്വർഗത്തിലുണ്ടാവൂലോ, ഞാൻ അമ്മച്ചിയുടെ അടുക്കൽ പറന്നെത്തും. പിന്നെ നല്ല ദൈവം എങ്ങനെ എന്നെ പിടിച്ചു മാറ്റും? ചെറുപ്പത്തിലെ അവളുടെ കൂട്ടുകാരിയായിരുന്നു അവളുടെ ചേച്ചിമാര്, പ്രത്യേകിച്ച് സെലിൻ ചേച്ചി. റാണി, കൊച്ചുറാണി. അയ്യോ, നീ എന്തേ ഈ ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നേ? ചേച്ചി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫ്രാൻസീനയ്ക്ക് വേണ്ടിയാണ് ചേച്ചി. അദ്ദേഹം മാനസാന്തരപ്പെടാതെ മരിക്കാനിടയായാൽ ആ ആത്മാവ് നശിച്ചു പോകും. ഈശോയ്ക്ക് വലിയ വിഷമമാകും. എങ്കിൽ ഞാനും കൂടാം നിന്നോടൊപ്പം. സെലിൻ ചേച്ചി, എനിക്കൊരാഗ്രഹം, നരകത്തിൽ പോയാലോന്ന്. നരകത്തിൽ പോവാനോ? നീ എന്തീ പറയുന്നേ? ചേച്ചി, നരകത്തിൽ നിന്ന് ഒരു ദൈവസ്തുതിപ്പ് പോലും ഉയരുന്നില്ലല്ലോ. ഞാൻ അവിടെ ചെന്നാൽ നല്ല ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടം സ്വർഗമാക്കി മാറ്റും. അപ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാകും. കൊച്ചുറാണി, എനിക്കൊരു സംശയം. നല്ല ദൈവത്തിന് എങ്ങനെയാ കൊച്ചു തിരുവോസ്തിൽ മറിഞ്ഞിരിക്കാൻ സാധിക്കുക? അതിനെന്താ സംശയിക്കാൻ? ദൈവം സർവശക്തനല്ലേ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിയുന്നവൻ എന്നല്ലേ അർത്ഥം. ചേച്ചി, നല്ല ദൈവം എന്തുകൊണ്ടാണ് സ്വർഗവാസികൾ എല്ലാവർക്കും ഒരുപോലെ മഹിമ നൽകാത്തത്? ഞാൻ പറഞ്ഞു തരാം, വാ. ഈ പാത്രങ്ങളിൽ ഏതിലാണ് കൂടുതൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത്? രണ്ടും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു. കൂടുതൽ വെള്ളം ഒഴിക്കാൻ നിവർത്തിയില്ല, അവയിൽ കൊള്ളുകയില്ല. ഇതുപോലെ നല്ല ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രാപിക്കാനാവുന്നിടത്തോളം മഹത്വം സ്വർഗത്തിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒടുവിലെത്തിയ ആൾക്ക് ഒന്നാമനെ കുറിച്ച് അസൂയപ്പെടാൻ യാതൊരു ന്യായവും ഇല്ലെന്നേ. റാണി, ദേ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇതാ പത്രത്തിൽ ഫ്രാൻസീനിയുടെ മാനസാന്തര വാർത്ത. നേരോ ചേച്ചി? എനിക്ക് ഉറക്കെ വായിച്ചേ. ഫ്രാൻസീനി കൊലക്കയറിലേക്ക്. ലിസ്യു, ഫ്രാൻസിനെ വിറപ്പിച്ച കൊടും ക്രിമിനൽ ഫ്രാൻസീനിയുടെ വധശിക്ഷ നടപ്പിലാക്കി. യാതൊരു കൂസലും കൂടാതെ കൊലമരത്തിലേക്ക് ചാടിക്കയറിയ ഫ്രാൻസീനി പെട്ടെന്ന് എന്തോ നിവേശനത്താൽ എന്ന പോലെ പിന്തിരിഞ്ഞു നോക്കുകയും വൈദികൻ നീട്ടിയ കുരിശു രൂപത്തെ 3 തവണ ചുംബിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയും ചെയ്ത ശേഷമാണ് കൊലക്കയറിൽ തലവെച്ചത്. ഹായ് ചേച്ചി, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. അവൾക്ക് 14.5 വയസ്സുള്ളപ്പോൾ കർമ്മലമഠത്തിൽ ചേരണമെന്നുള്ള അവളുടെ ആഗ്രഹം അവൾ തൻ്റെ അപ്പച്ചനെ അറിയിച്ചു. ഏറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് അവൾ തൻ്റെ 15ാമത്തെ വയസ്സിൽ കർമ്മലമഠത്തിൽ പ്രവേശിച്ച് ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയായി. ആ ദേ, നേരം നന്നായി വെളുത്തുട്ടോ. ഞാൻ പറഞ്ഞു തന്നതെല്ലാം ഓർമ്മിച്ചെടുത്ത് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിച്ചോളൂ. ഞാൻ പോട്ടെ. നിക്ക് നിക്ക്, നീ ആ പുണ്യവതിയല്ലേ? എനിക്കറിയാം. നിക്ക് നിക്ക്, പോവല്ലേ.
അതെ, അതവൾ തന്നെ. അപ്പോ ഞാൻ കണ്ടതൊക്കെ ഒരു സ്വപ്നമായിരുന്നല്ലേ?